നിലമ്പൂരിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളെല്ലാം മണ്ഡലത്തിലുണ്ട്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും നേതാക്കളും. ഇപ്പോൾ അല്പസമയം മുമ്പാണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആര്യാടൻ ഷൗക്കത്തിനായി വോട്ട് ചോദിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. രണ്ടിടത്താണ് ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഉള്ളത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, പലയിടത്തും മഴയാണ്, ദൃശ്യങ്ങളിൽ കാണുന്നു. അവിടെയും മഴ പെയ്യുന്നുണ്ട്. ആവേശത്തിനൊട്ടും കുറവില്ല എന്ന് കാണുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കനത്ത മഴയെ അവഗണിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. ഇപ്പോൾ മൂട്ടേടം കാരപ്പുറത്താണ് റോഡ് ഷോ നടക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചതിലും 2 മണിക്കൂറോളം സമയം വൈകിയാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷെ അത്രയും സമയം ആളുകൾ മഴ നനഞ്ഞും പ്രിയങ്കയെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ റോഡ് ഷോ തുടങ്ങി. നമുക്ക് കാണാം, മഴ നനഞ്ഞുകൊണ്ടും ആളുകൾ പ്രിയങ്കയുടെ റോഡ് ഷോയെ അനുഗമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നേടിയ വലിയ ഒരു ഭൂരിപക്ഷം അത് ഇപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം, അവരുടെ പ്രചരണത്തിൽ അവരുടെ സാന്നിധ്യം UDF-നെ സംബന്ധിച്ച് അവസാന ഘട്ടത്തിൽ വലിയ മേൽക്കൈ നൽകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പ്രിയങ്ക ഇന്ന് പ്രചരണ യോഗത്തിൽ പങ്കുവെക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ദേശീയ വിഷയങ്ങളിൽ ഊന്നിയാണ് പ്രിയങ്ക സംസാരിക്കുന്നതെങ്കിലും ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉയർത്തിയിരിക്കുന്ന പെൻഷൻ വിഷയം, അതുപോലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം തുടങ്ങി UDF പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒട്ടേറെ പ്രചരണ വിഷയങ്ങളുണ്ട്. അതിലെല്ലാം പ്രിയങ്കയുടെ നിലപാടെന്താകും? പ്രിയങ്ക അതെല്ലാം വീണ്ടും ആവർത്തിക്കുമോ, അതോ ഈ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉണ്ടാകുമോ തുടങ്ങിയ വിവിധ കാര്യങ്ങളാണ് പ്രിയങ്കയുടെ പ്രസംഗത്തിൽ ഉണ്ടാവുക എന്നറിയാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ടും UDF-നെ സംബന്ധിച്ച് ഈ മഴയത്തും പ്രിയങ്ക ഗാന്ധിയെ കാണുവാൻ കാത്തിരിക്കുന്ന ഈ ആയിരങ്ങൾ, അത് ഈ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നൽകുന്ന ആത്മവിശ്വാസം ഏറെ വലുതാണ്. ഏറെ പ്രതീക്ഷ നൽകുന്ന സാഹചര്യമാണ് അത് നൽകുന്നത്. ഇവിടെ മാത്രമല്ല, ഇനി നിലമ്പൂർ ചന്തക്കുന്നിലും പ്രിയങ്കയുടെ റോഡ് ഷോയും സമ്മേളനവും ഉണ്ട്. ഇന്ന് ഈ ഒരു സൂപ്പർ സൺഡേ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലാണ് നിലമ്പൂരിലെ പ്രചരണമുള്ളത്. ഒരു വശത്ത് PV അൻവറിന്റെ യൂസഫ് ഹസാന്റെ സാന്നിധ്യത്തിലുള്ള റോഡ് ഷോ പുരോഗമിക്കുമ്പോൾ നിലമ്പൂരിൽ 2 ഇടത്ത് UDF പ്രിയങ്ക ഗാന്ധിയുമായി റോഡ് ഷോയുമായി മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂരിലെ പ്രചരണം അവസാന ലാപ്പിലെത്തുമ്പോൾ ആവേശത്തിലമായി കൊണ്ടിരിക്കുകയാണ്. അഞ്ജലി, പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഇപ്പോൾ നിലമ്പൂരിൽ തുടങ്ങിയിരിക്കുകയാണ്. കനത്ത മഴയുണ്ട്. പക്ഷെ മഴയെ അവഗണിച്ചും നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചരണം ആവേശത്തിലാക്കാൻ യൂസഫ് പത്താൻ കളത്തിലുണ്ട്. 11:30 നിലമ്പൂരിലെ ടർഫിലെത്തിയ പത്താൻ കുട്ടികൾക്കൊപ്പം അല്പസമയം ക്രിക്കറ്റ് കളിച്ചു. അൻവറിന് ദീദിയുടെ പിന്തുണയുണ്ടെന്നും നിലമ്പൂരിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അൻവർ ആകുമെന്നും യൂസഫ് പത്താൻ പറഞ്ഞു. अनवर जी इंडिपेंडेंटली लड़ रहे हैं इलेक्शन और TMC पार्टी जो है वो सपोर्ट कर रही है उन्हें। दीदी हमेशा लोगों के लिए काम करने वाले लोगों को बहुत पसंद करती है, वो भी हमेशा लोगों के लिए काम करती है। तो ममता दीदी ने ये सपोर्ट दिया है और मुझे यहाँ पर भेजा है उनको सपोर्ट करने के लिए। और अनवर जी को मैं यहाँ पर आया हूँ सपोर्ट करने के लिए, उनको जिताने के लिए। बिल्कुल, दीदी ने मुझे यहाँ पर भेजा है, वही सबसे बड़ा मैसेज है उनका कि अनवर जी को फुल सपोर्ट वो कर रही है और TMC पार्टी भी उनको फुल सपोर्ट कर रही है। और उनके जो भी मुद्दे रहेंगे, ऑब्वियसली अनवर जी हमेशा लड़ते रहते हैं और वो उठाते रहते हैं उनके मुद्दे, यहाँ के लोगों के लिए, उनके लिए आसानी हो। और जो भी उनके मुद्दे रहेंगे हम लोग भी पार्लियामेंट में उठाएंगे।